ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. KSRTCയുടെ ചരിത്രത്തിൽ മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാമുകളുടെ തന്നെ ചരിത്രത്തിൽ ഇത്രയും വലിയ സ്ത്രീകൾ ഇന്ന് പൊതുഗതാഗത സമ്പ്രദായം നമ്മൾ 2 ദിവസങ്ങളാണ് ഒന്ന് ജൂൺ മാസം 8 അപ്പോൾ ഇന്നലെ 16 എന്ന ഡേറ്റില് നോക്കുന്ന സമയത്ത് 8ഉം 16 നോക്കുമ്പോൾ ജൂൺ 8-ന് 14.4 ലക്ഷം പാസഞ്ചർമാരാണ് ഉണ്ടായിരുന്നത്. ഓർഡിനറി ബസ്സുകൾ. വിമൻ പാസഞ്ചേഴ്സ് അതിന്റെ പകുതി 7.25 7.4 ലക്ഷമായി. ഓർഡിനറി 8-ാം തീയതി. എന്നാൽ 16-ാം തീയതി ഓർഡിനറി ബസ്സുകളിൽ 18.56 ലക്ഷം ആളുകൾക്ക്, അതിൽ 11.84 എന്ന് പറഞ്ഞാൽ ഈ സ്കീമില്ലാത്ത 8-ാം തീയതി 7.4 ലക്ഷം സ്ത്രീകളാണ് ഓർഡിനറി ബസ്സുകൾ ഉപയോഗിച്ചതെങ്കിൽ 16-ാം തീയതി 11.4 ലക്ഷം ആളുകൾ, 4 ലക്ഷത്തിലധികം ആളുകൾ അധികം സ്ത്രീകൾ ഉപയോഗപ്പെടുത്തി. ഇത് സ്ത്രീകളുടെ ഉപയോഗപ്പെടുത്തൽ എന്തുമാത്രം നല്ല രീതിയിലാണ് ഏറ്റെടുത്തത്, ഒരു ഉത്സവ ഛായയോടുകൂടി എങ്ങനെയാണ് അവരത് ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിന്റെ ചെലവും വരവും സംബന്ധിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് 2.46 കോടി ഗവൺമെന്റ് തരേണ്ടതായിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കൂടി, സ്ത്രീകളുടെ എണ്ണം കൂടി, പക്ഷെ വരുമാനത്തിൽ കാശ് ടെക്നിക്കലി നോക്കുമ്പോൾ വരുമാനം കൂടി, കാരണം ടിക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് 0 അല്ലേ. അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് കൊടുത്തെങ്കിലും 2.46 കോടി രൂപയുടെ കുറവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ KSRTCയുടെ അനാലിസിസ് ഇങ്ങനെ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ച അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. 4-5 കോടി രൂപ അധികം വന്നിരുന്നെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ തെറ്റെന്ന് മാത്രമല്ല, നമ്മുടെ പണത്തിന്റെ വരുമായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ, അദ്ദേഹം പ്രതീക്ഷിച്ച അതേ ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നല്ല റിപ്പോർട്ടുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 15-ാം തീയതി അത് എഴുതണമെന്നില്ല, ജസ്റ്റ് അക്കാഡമിക് ഇൻട്രസ്റ്റ്. 16-ാം തീയതി 18.56 ആണെങ്കിൽ 15-ാം തീയതി തന്നെ 17.18 ഉണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടുള്ളൂ. കൂട്ടാനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ ആരംഭിച്ച ഒഴുക്ക് 2ാമത്തെ ദിവസം ഫുൾ 24 hours ഫ്രീ ആയിട്ടുള്ള സന്ദർഭത്തിൽ ഒരു വലിയ പ്രതിഭാസം
മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള എന്ന് പറയുന്നത് പോലെ ഓരോ സ്ത്രീയും അത് അവരുടെ ഒരു അഭിമാനമായിട്ട് കണക്കാക്കിയത് വളരെയധികം ഉണർവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 140 മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്താൻ അഭ്യർത്ഥിച്ചു. പക്ഷേ അതിലധികം സ്ഥലങ്ങളിൽ 151 സ്ഥലങ്ങളിൽ KSRTC തന്നെ ആളുകൾക്ക് ഈ തരത്തിലുള്ള ഉദ്ഘാടനത്തിന് അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും 151 സ്വീകരണങ്ങൾ ഉദ്ഘാടനങ്ങൾ ഔദ്യോഗികമായിട്ട് നടന്നു. പക്ഷെ എന്റെ ഒരു അറിവനുസരിച്ച് 1000 പിന്നെ പടക്കം പൊട്ടിക്കുന്ന ഇതൊക്കെയുള്ള ചടങ്ങുകൾ 1000-ലധികം നടന്നു എന്നാണ് ഞാൻ ഒരു ഇൻഫോർമലായിട്ട്, നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അതിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള സിറ്റി ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ആളുകളും സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നതുകൊണ്ട് പറയുകയാണ്, സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സിറ്റിയിലും ഇല്ല, തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു കാര്യമാണ് സിറ്റി ഫാസ്റ്റ്. 384 സിറ്റി ഫാസ്റ്റ് ആണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. 384 384 അതിലൊന്ന് പോലും ഞങ്ങൾ അത് ഒരു ഓർഡിനറി പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 384 സിറ്റി ഫാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരൊറ്റ ഓർഡിനറിയെ പോലും ഞങ്ങൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല ഒന്ന്. എന്നാൽ ഇതിനകം 2 സിറ്റി ഫാസ്റ്റുകളെ ഓർഡിനറി ആക്കാൻ തീരുമാനിച്ചു. അത് തൊഴിലാളികളുടെ ഒരു ആവശ്യം പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള സിറ്റി ഫാസ്റ്റും പാപ്പനംകോട് വികാസ് ഭവൻ അല്ലേ, പാപ്പനംകോട് വികാസ് ഭവൻ സിറ്റി ഫാസ്റ്റാണ്. അതിനെ ഓർഡിനറിയാക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നു. ചില മാധ്യമങ്ങളൊക്കെ അതിനെ വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നു. അങ്ങനെ ആർക്കും ആശങ്ക വേണ്ട. പിന്നെ സിറ്റി ഫാസ്റ്റുകൾ ആണ് എന്നറിയാൻ ഈ 384 സിറ്റി ഫാസ്റ്റിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം അതിൽ തെറ്റിയിട്ട് ആളുകൾ കയറി കണ്ടക്ടർമാർക്ക് അതൊരു ബുദ്ധിമുട്ടാകരുത് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൃത്യമായി ഒരു ഓർഡിനറിയെ സിറ്റി ഫാസ്റ്റ് ആക്കിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. അത് ഞാൻ ചാലഞ്ച് ചെയ്യല്ല. അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ പറയാമെന്ന് ഞാൻ പറയുന്നില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. കാരണം ഇവിടുന്ന് തീരുമാനിക്കാതെ വരില്ല. തിരുവനന്തപുരത്ത് മാത്രമേ അതുള്ളൂ, വേറെ കണ്ണൂരോ ഒന്നുമില്ല. മലബാറിലെ TT എന്ന് പറയാവുന്ന പ്രസിദ്ധമായിട്ടുള്ള ടൗൺ ടു ടൗൺ എന്നുള്ള ഈ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. ഗ്രാമവണ്ടികളൊക്കെ നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത്രയാണ് പറയാനുള്ളത്. ഒരു ദിവസം 16. ഞാൻ 15ന്റെ പറയാത്തത് അത് കുറെ സമയം നമ്മൾ വേറെ ടിക്കറ്റാണല്ലോ കൊടുത്തത്. അതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസത്തിലേ ആയിട്ടുള്ളൂ. ആ ദിവസത്തെ അനൗൺസ് ചെയ്യാണ്. ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക്
KSRTC തരും എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിനൊരു മെക്കാനിസം പിന്നെ ഫിനാൻസ് വകുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഫിനാൻസ് മിനിസ്റ്റർ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ഈ ഫണ്ട് മാത്രമല്ലല്ലോ, 125 കോടി രൂപ ശമ്പളത്തിനും പെൻഷനുമായിട്ടുള്ള തുകയിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും മൂന്നാമത്തെ ഇതാണ് KSRTCക്ക് തരുന്നത്. അത് 800 അദ്ദേഹം പറഞ്ഞല്ലോ. ആ എസ്റ്റിമേഷനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഈ കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ആവറേജ് ചെയ്യാം. KSRTC ഒരു ബുദ്ധിമുട്ടില്ല. ടെക്നിക്കാലിറ്റി പത്രസമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ചു. പറയേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ മൊഡാലിറ്റീസ് അത് പറയാൻ ഉദ്ദേശിക്കുന്നു. പൈസ കിട്ടും. പൊതുഗതാഗതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് പലതരത്തിലായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യം. പിന്നെ ഓഡിറ്റർമാരെ കണ്ടല്ലോ. അതൊരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഓഡിറ്റർ ജനറൽ പറയുമല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട് സംവിധാനം സ്ത്രീകൾക്കുള്ള സൗകര്യം സ്ത്രീകൾ അനുഭവിക്കുക. അങ്ങനെ അവർക്ക് അത്രയും വിഷമമുണ്ടെങ്കിൽ അവരതിൽ കയറാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അത് തന്നെ ധാരാളമാണ്. നമുക്ക് KSRTCക്ക് അങ്ങനെ ഒരു സംഭാവന വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ തരാൻ വാങ്ങാൻ പറ്റില്ല. അതിനുള്ള അധികാരം കണ്ടക്ടർക്ക് ഇല്ലല്ലോ. ഏത് സ്ത്രീയുടെ അടുത്ത് വാങ്ങും? സിമ്പിളല്ല. നമ്മൾ വിചാരിക്കുന്ന ലളിതമല്ല. അത് അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ നിന്ന് വാങ്ങിച്ചു, വേറൊരു സ്ത്രീയുടെ നിന്ന് വാങ്ങിച്ചില്ല. അതൊക്കെ പിന്നെ ബസ്സിനകത്ത് വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. $3200 കോടി രൂപയുടെ അതിൽ 2700 ഇപ്പോൾ ഉള്ളൂ. കല അടഞ്ഞ് പോകുന്നുണ്ട്. അതിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് KSRTC D കാറ്റഗറിയിലായിരുന്നു അതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോ BB കാറ്റഗറിയായി. അപ്പൊ അത് BB കാറ്റഗറി D കാറ്റഗറിയേക്കാളും നല്ലതാണ്. ആദ്യം B, പിന്നീട് BB ആയി. ഇനിയിപ്പോ 3B ആയിട്ട് പിന്നെ A ആവണം. അപ്പോൾ ഞങ്ങളിപ്പോൾ SBയുമായിട്ട് വിശദമായിട്ടുള്ള ചർച്ച നടന്നു കഴിഞ്ഞു. അതനുസരിച്ച് ഇപ്പൊ 20 കൊല്ലത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ശ്രമിക്കുന്നത് 20-ന് അതിന്റെ ഡ്യൂറേഷൻ നീട്ടാനും പലിശ കുറയ്ക്കാനുമാണ്. നിങ്ങൾ അറിവ് പറയാം, 1.9 കോടി രൂപ പലിശയായിട്ട് നമ്മൾ ഡെയിലി അടയ്ക്കുന്നുണ്ട്. 1.9. അപ്പൊ അത് 20 വർഷം എന്നുള്ളത് 30 ആക്കുകയാണ്. കുറയുമല്ലോ. 10 എന്നുള്ളത് 9 ആയാൽ കുറയും. അപ്പൊ അതിന്റെ ഡിസ്കഷൻസ് ഇതിനിടയിൽ തന്നെ നമ്മളിപ്പോ ഒരു മാസം ആയില്ലല്ലോ.
എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ RTCക്ക് മാത്രം. അതെ അതെ, ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇപ്പോൾ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പരസ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ കൊറിയർ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പാഴ്സൽ ആക്കാൻ പറ്റുമോ, ഇപ്പോൾ വിഴിഞ്ഞമൊക്കെ വരുമ്പോൾ ലോജിസ്റ്റിക്സിലേക്ക് തന്നെ കടക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉടനെ ഞാൻ എസ് എന്ന് പറയല്ല, അത് പഠിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു വിഴിഞ്ഞം പോലത്തെ ഒരു ഹബ്ബ് ഇവിടെ വരുമ്പോൾ KSRTCക്കും അതിൻ്റെ KSRTC എന്ന് പറഞ്ഞ ബസ്സല്ലല്ലോ, റോഡ് ട്രാൻസ്പോർട്ടാണ്, ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. ഇതൊന്നും അനൗൺസ്മെൻ്റ് അല്ല കേട്ടോ, ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അനൗൺസ് ചെയ്യല്ല, തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ ചർച്ചയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റുള്ള സമയത്ത് തുടങ്ങിയൊരു നല്ലൊരു പ്രോഗ്രാമാണ് ബജറ്റ് ടൂറിസം എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയ രണ്ട് കാര്യങ്ങളെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒന്ന് ബജറ്റ് ടൂറിസം, ഈ KSRTC വണ്ടി എടുത്തിട്ട് യാത്ര പോകുന്ന ഒരു രീതി. മറ്റൊന്ന് ഗ്രാമവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പരിപാടികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കൊറിയർ സർവീസ്, പിന്നെ കുറേ പരാതികളൊക്കെ ഉണ്ട്. ആ കൊറിയറിൽ നിന്ന് പാഴ്സലിലേക്കും പാഴ്സലിൽ നിന്ന് ട്രക്കിലേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആലോചിക്കാം. എന്തായാലും ഈ യാത്രക്കാരുടെ ഈ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന മാത്രം വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. KSRTCക്കല്ലേ ഇപ്പം ആദ്യമേ ബജറ്റ് ആനുകൂല്യം വന്നിട്ടുള്ളത്. മുൻകൂട്ടി ഏതാണ്ട് ബജറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതാ പറഞ്ഞത്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെക്കാൾ ഇതിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതൊരു പോയിന്റ് ആണ്. വടക്കൻ ജില്ലകളിൽ ഓർഡിനറി ബസ് എന്നല്ല KSRTC തന്നെ കടന്നു ചെല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തുകളോട് ഗ്രാമവണ്ടി കൊണ്ടുവരാം. അപ്പോൾ കോഴിക്കോട് സൗത്തിൻ്റെ MLA ഇന്ന് തന്നെ കണ്ടിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് അവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമുണ്ടല്ലോ, ഈ ഡിപ്പോക്ക് ഒന്നാമത്തെ കോഴിക്കോട് നോർത്തിലാണ്. അപ്പോൾ അവർക്ക് ബീച്ച് ഒക്കെ അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ കോർപ്പറേഷൻ ന്യൂസിനോടും പറയുകയാണ്, അവർക്കും വണ്ടി വാങ്ങിച്ചു തരാവുന്നതാണ്. അതിന് വേണ്ടി നമുക്ക് നഗരവണ്ടി എന്ന് പേരില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഒക്കെ നമുക്ക് ഓരോ ബസ് വീതം മിനിമം സ്പോൺസർ ചെയ്താൽ ഞങ്ങൾ എടുക്കാം. പരസ്യം കൊടുക്കുകയല്ലേ ചെയ്യും, പരസ്യം തരും. സ്പോൺസർ രണ്ട് സൈഡിലും. അത് 10 കൊല്ലത്തേക്ക് നോക്കുമ്പോൾ 10-18 ലക്ഷം രൂപയാവും. അതെ, ഞാൻ പത്രത്തിലാണ് കണ്ടത്. അവരിതുവരെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അവരുടെ യാതൊരു തരത്തിലുള്ള പിന്നെ യുദ്ധപ്രഖ്യാപനവും ഇല്ല. മാത്രമല്ല, ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന അങ്ങനെ ഒരു വലിയ മുതലാളി എന്നുള്ള ഇതൊന്നും പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ചീത്തപ്പേരല്ല. കാരണം അവർ ഈ മേഖലയിൽ വർക്ക് ചെയ്യല്ലേ. അപ്പം നിങ്ങളുടെ അറിവിലേക്ക് പറയാം, കേരളത്തിൽ 7 ലക്ഷം ഓട്ടോറിക്ഷകളും 3 ലക്ഷം പിക്കപ്പ് ഓട്ടോറിക്ഷകളും ഉണ്ട്. എന്നെ അതിശയിപ്പിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് 6 ലക്ഷം ട്രക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ബസ്സുകാർക്ക് വേണ്ടി ട്രക്ക് വാങ്ങിച്ചാലും മതിയല്ലോ. അപ്പൊ അവര് വളരെ പ്രയാസപ്പെട്ടല്ലേ ഈ ആളുകളെ യാത്ര കൊണ്ടുപോകുന്നത്. അപ്പൊ യാത്രക്കാരെ കയറ്റുന്ന സ്റ്റേജ് കാരിയർ എന്ന് പറയുന്ന നമ്മുടെ സ്വകാര്യ ബസ് എന്ന് പറയുന്ന അത്തരം ബസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവർ ഇൻവെസ്റ്റർമാരാണ്. അവർ 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിൽ.
അപ്പോൾ അവരെ നമ്മൾ ഇൻവെസ്റ്റർമാർ എന്ന രീതിയിൽ കാണുകയും അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം. ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒരാൾ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു പിന്തുണ ഉണ്ടാവും. എവിടെ എന്തായാലും അത് ഈ പറയുന്നത്ര സൗജന്യമല്ല. ഞാൻ പോകുന്നുണ്ട്, ഞാൻ മാസം സെക്രട്ടറി ഞാൻ ഡൽഹിയിൽ പോകുന്നുണ്ട്. അതിൽ വേറൊരു ഒത്തിരി ഇതുണ്ട്. അതിൽ ബസ് എടുത്ത് പിന്നെ പെർ കിലോമീറ്റർ പൈസ കൊടുക്കണം. ബസ് കിട്ടുമ്പോൾ കുഴപ്പമില്ല. അത് നമ്മൾ നോക്കും. കേന്ദ്രത്തിൽ നിന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടണമെന്ന് ആവശ്യപ്പെട്ടോടെ ഞാൻ ബഹുമാനപ്പെട്ട സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഗഡ്കരി ജിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്യാം. ആര് വിളിച്ചു? യെസ്. അല്ല, അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊരു മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ സെക്രട്ടറി കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ചാർജ് എടുത്തിട്ട്. ഞാൻ സെക്രട്ടറിയോട് അത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാം. അത് നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. അത് എൻ്റെ ഇഷ്ടം എവിടെ അന്വേഷണം വേണം? അതെ, അത് നമ്മൾ വാർത്ത കണ്ടാൽ തന്നെ സൊമോട്ടോ നമ്മൾ ചെയ്യണമല്ലോ. ഞങ്ങളൊരു ഏതൊരു പത്രമാണെങ്കിലും മാധ്യമമാണെങ്കിലും ഒരു വാർത്ത ഞങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ അത് മുൻകാല ഗവൺമെന്റ് ആണെന്നുകൊണ്ട് കൈ കഴുകാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് പോകുമല്ലോ. അത് ഞങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ KSRTCക്ക്. അപ്പോൾ അത് പുതിയ നമ്മുടെ സെക്രട്ടറിയോട് അതൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില വളരെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ അപ്പോൾ പറയുന്നില്ല റിപ്പോർട്ടിന് ശേഷം. അല്ല, അത് അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അതിന്റെ പക്ഷേ ഈ ബാറ്ററിയുടെ ലൈഫ് കുറയുന്നതും കൂടെ കണക്കാക്കണം. ഒന്ന്. രണ്ട്, അപ്ഫ്രണ്ട് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കണ്ടേ? അപ്പൊ ഇലക്ട്രിക് ബസിന്റെ കൊണ്ട് ബസ്സിന്റെ പൈസ അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി അതിന് പലിശ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, പലിശക്കെടുത്ത ഓടുമ്പോൾ ആ റണ്ണിങ് കോസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ. അത് വാങ്ങാനുള്ള പ്രൊക്യൂർമെന്റ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ വരുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും എല്ലാവരെയും വിളിക്കാം. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റ് സ്ട്രെങ്തൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റോഡ് സേഫ്റ്റി അത് വളരെ റെലവന്റ് ക്വസ്റ്റ്യനാണ്. അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിൽ ശ്രദ്ധക്കുറവുണ്ടായിട്ടില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്കിലും അടുത്തൊരു മാസം നമ്മുടെ MVTയുടെയും നമ്മുടെ റോഡ് സേഫ്റ്റിയുടെയും കാര്യത്തിലേക്ക്
തിരിയാം. ഇതൊക്കെ KSRTC നടത്താവുന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ അറിയിക്കാം. നമുക്ക് വലിയ നഗരങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവും, പല സ്ഥലത്തും. അവിടെ വീതി കൂടിയ സിബ്ര ലൈനാണ്. അപ്പൊ അത് അടിയന്തരമായിട്ട് ഇവിടെ സ്റ്റാച്യുവിൽ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പട്ടത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് സേഫായിട്ട് ക്രോസ് ചെയ്യാൻ തോന്നും. ായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ചെറിയ ഒരു വീതിയുള്ള ഒരു ഒറ്റയടി പാത പോലുള്ള ഒരു പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടല്ല. എടുക്കുക എന്നത് അതുപോലെ നമുക്കിപ്പോ ഫീഡ്ബാക്ക് കിട്ടാനൊക്കെയുള്ള ആപ്പുകൾ, പിന്നെ വിളിച്ചാൽ ഏത് രാത്രിയും എന്നെ തന്നെ ആൾക്കാർ ഗൂഗിളിൽ എന്താ പറയുക നമ്പർ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഫോൺ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അവർ പലരും പല ഭയങ്കരമായിരിക്കും. ഒരേ സമയം കാണിച്ചു. അതേപോലെ തന്നെ പ്രിന്റ് മാധ്യമങ്ങൾ 2-3 പേജുകൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ബുദ്ധിമുട്ടി നിങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതിനൊക്കെ നന്ദി പറയാന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രധാന കാര്യം. പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോടുണ്ടായിരുന്ന